ഈ വീഡിയോ വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. ദ റിഫ്റ്റ് ഇൻ ദി അലയൻസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, അലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അലയൻസ്. റിഫ്റ്റ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ ട്രംപിനും നെതന്യാഹുവിനും തമ്മിലാണ് ഈ റിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് വീണിട്ടുണ്ട്. അത് ആര് വീഴ്ത്തിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് വരുത്തി വെച്ച ഒരു വീഴ്ചയാണ്. ട്രംപിൻ്റെ നിലപാടുകളിലുണ്ടായ വീഴ്ചയാണ് ഈ വിള്ളലിന് കാരണം. ഇപ്പോൾ അമേരിക്ക സഡൻലി ഇറാന് മേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം പെട്ടെന്ന് ഹാൾട്ട് ചെയ്ത് വെക്കാനുള്ള കാരണം. പല മീഡിയയും അമേരിക്ക തോൽവി സമ്മതിച്ചു, അല്ലെങ്കിൽ ഇറാൻ തോൽവി സമ്മതിച്ചു, ഇറാൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അമേരിക്ക എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ പോലത്തെ ഒരു രാജ്യം ഇറാനെ ആക്രമിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും, പറ്റാതെയൊന്നുമല്ല. പക്ഷേ ഇപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനം അത് കഴിഞ്ഞിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു റിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പല അനാലിസ്റ്റുകളുടെയും വിലയിരുത്തൽ. പിന്നെ ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂസഫ് മൊസാബ് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തി ശരിക്കും ഹമാസിൻ്റെ സ്ഥാപക മെമ്പറുകളിൽ ഒരാളായിട്ടുള്ള മൊസാബ് ഹസൻ്റെ മകനാണ്. യൂസഫ് മൊസാബ് ഹസൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളും ഹമാസിൻ്റെ മെമ്പർ തന്നെയായിരുന്നു. ഫാദർ ഹമാസിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലിസം പഠിപ്പിച്ച് തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഹമാസിൻ്റെ മെമ്പറായിരുന്നു. ഹമാസിൻ്റെ അതായത് ഈ കൊലപാതക സിദ്ധാന്തം അതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് അങ്ങനെയുള്ള ഫണ്ടമെൻ്റലിസം തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഈ മൊസാബ് ഹസൻ ഹമാസിൽ നിന്നും പുറത്ത് വന്ന വ്യക്തിയാണ്. ആ പുറത്ത് വന്ന വ്യക്തി ഇന്ന് അമേരിക്കയിലാണ് താമസം. വേറെ എവിടെയെങ്കിലും സേഫായിട്ട് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലാണ് ഇപ്പോൾ താമസം. ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിലേക്ക് വരാറുണ്ട്, അതേപോലെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും പോകാറുണ്ട്. അതേപോലെ ഹമാസിൻ്റെ ഫണ്ടമെൻ്റലിസത്തിൻ്റെ തീവ്ര നിലപാടിൻ്റെ ആശയങ്ങളെക്കുറിച്ച് പലപ്പോഴും പല വേദികളിലും അതിനെതിരെ സംസാരിക്കാറുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. അതായത് ഹമാസിനെതിരെ മുൻ ഹമാസ് മെമ്പർ സംസാരിച്ചാൽ എന്തായിരിക്കും, അതാണ് ഒരു ഇമ്പാക്റ്റ്. You explain the 2 million Arabs who are Israeli citizens today. If Israel demonstrated ethnic cleansing against Arabs, okay, and forced the people to leave, then how today we have 2 million? 2 million! This is about 25% of the Israeli population, and they are a fundamental part of the Israeli society. They are very proud Israeli citizens. By the way, they will not change their national identity with any other national identity. If you tell them you want to become Jordanians or Egyptians, they would laugh at you. So where did these people come from? If it was a systematic ethnic cleansing, why would you miss 2 million people in the process? How you ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്താണ്, ഇസ്രായേലിനെതിരെ എങ്ങനെയാണ് ഹമാസിൻ്റെ ഉള്ളിൽ ടീച്ചിങ്സ് നടക്കുന്നത്, എങ്ങനെയാണ് ഇസ്രായേൽ ചരിത്രപരമായി തന്നെ ഈ വിഷയങ്ങളെയൊക്കെ നേരിട്ടുണ്ട്. അതായത് ചരിത്രത്തിൽ ഉടനീളം എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടിലൂടെ തന്നെ ജീവിച്ച് ഒരു രാജ്യം നിലനിൽക്കുന്നു എന്നുള്ളതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വളരെ ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് യൂസഫ് മൊസാബ് ഹസൻ. ജെറുസലേമിൽ JNS എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീഡിയ സംഘടിപ്പിച്ചിരുന്ന വലിയ രീതിയിലുള്ളൊരു ഡിപ്ലോമാറ്റ്സ് ഗ്ലോബൽ സമ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിരവധി ആൾക്കാർ, അന്താരാഷ്ട്ര തലത്തിലുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ വേദിയിലാണ് കൃത്യമായിട്ട് യൂസഫ് മൊസാബ് ഹസൻ സംസാരിച്ചത്. പുള്ളിക്കാരൻ സംസാരിച്ച വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ്. ഇസ്രായേലിന് പറയാനുള്ള കാര്യങ്ങളാണ് മൊസാബ് ഹസൻ പറയുന്നത് എന്നുള്ള രീതിയിലും ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഈ യൂസഫ് മൊസാബ് ഹസൻ എന്ന് പറഞ്ഞ വ്യക്തി മുൻ ഹമാസ് മെമ്പറും എന്നാൽ ഇപ്പോൾ മൊസാദിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളാണെന്നുള്ള ആരോപണങ്ങളുമുണ്ട്. എന്നാൽ മൊസാദുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് ഇതുവരെ ഒരു തരത്തിലുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ക്ലെയിം ഇവിടെ ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ മൊസാബ് ഹസൻ ഒരു എക്സ് ഹമാസ് മെമ്പറാണ്. നിലവിൽ അയാൾ ഹമാസ് മെമ്പർ അല്ല, ഹമാസിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള പ്രശ്നം? ട്രംപ് ഗാസ പീസ് അക്കോർഡ് സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട് 15 പോയിന്റ് അടങ്ങുന്ന ഒരു എഗ്രിമെൻറ്റ് നെതന്യാഹുവിൻ്റെ PMO ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നെതന്യാഹു അതിനെ വളരെ ഓപ്പണായിട്ട് തന്നെ നിരസിക്കുകയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഓൾറെഡി നിരസിച്ച് കഴിഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ട് ട്രംപിൻ്റെ ഓഫീസിലേക്ക് വിഷയം അറിയിച്ച ഉടനെ തന്നെ ട്രംപ് ഇറാന് മേളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം നിർത്തിവെക്കുകയാണ്. ജസ്റ്റ് ഒരു 21 ദിവസത്തേക്ക് നിർത്തുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പം
അമേരിക്കയിൽ ആയുധങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കയിലേക്ക് ആയുധങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളില്ലാതെയാണോ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്? ഒരിക്കലുമില്ല, ആയുധങ്ങളൊക്കെ ഉണ്ട്. ട്രംപ് മനഃപൂർവ്വം ഇറാന് മേലുള്ള ആക്രമണം നിർത്തിവെച്ചതാണെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലാണ്. ഈ യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല. ആണവായുധം നിർമ്മിച്ചാൽ ഇറാൻ എങ്ങോട്ടേക്കായിരിക്കും അയക്കുന്നത്? ഇസ്രായേലിലേക്ക്. അപ്പോൾ ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് ഇറാൻ. ആ ഇറാനെതിരെയാണ് ട്രംപ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറാന്റെ മേലുള്ള ആക്രമണം നിർത്തിവെച്ച് കഴിഞ്ഞാൽ അത് ആരെയായിരിക്കും ബാധിക്കുന്നത്? അത് ഇസ്രായേലിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഇസ്രായേലിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ട്രംപ് ചെയ്യാനുള്ള കാരണം എന്താണ്? അവിടെയാണ് ട്രംപ് വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷൻ. ട്രംപ് മിഡ് ടേം ഇലക്ഷനിൽ ഉദ്ദേശിച്ചിരുന്നത് ഇറാനെ പോലുമല്ല. ശരിക്കും ഏറ്റവും കൂടുതൽ ട്രംപ് കരുതിയിരുന്നത് ഗാസയാണ്. ഗാസയിൽ ഒരു പീസ് അക്കോർഡ് വരുത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ മിഡ് ടേം ഇലക്ഷനിൽ കുറേ ഇസ്ലാമിക വോട്ടുകൾ, ആ വോട്ട് ബാങ്കിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ വോട്ടുകൾ വാങ്ങിച്ചു കളയാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അജണ്ട എല്ലാം തന്നെ പരാജയപ്പെടുന്ന രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട 15 പോയിന്റ് അടങ്ങുന്ന എഗ്രിമെന്റിനെ തള്ളിക്കളഞ്ഞത്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്ത് രഹസ്യമായിട്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ എങ്ങനെയെങ്കിലും ഈ 15 പോയിന്റ് അടങ്ങുന്ന എഗ്രിമെന്റ് അംഗീകരിച്ചുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ നിന്നും IDF ട്രൂപ്പിനെ വിഡ്രോ ചെയ്തുകൊണ്ട് ഒരു പെർമനന്റ് പീസ് ട്രീറ്റിയിലേക്ക് ഒപ്പിടണം എന്നാണ് ട്രംപിന്റെ തീരുമാനം. ട്രംപിന്റെ തീരുമാനത്തിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്? രണ്ട് ഇലക്ഷനിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഇസ്രായേലിലാണ്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ ഉപദേശം ഏറ്റെടുത്തുകൊണ്ട് ട്രംപിന് വേണ്ടിയിട്ട് ഈ ഗാസയിൽ നിന്നും ട്രൂപ്പിനെ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് പാർട്ടി അതിനെ അനുവദിക്കില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ഫാർ റൈറ്റ് വിങ് ഇത്താമിർ ബെൻഗിവിർ, ബിസായൽ സ്മൂട്രിച്ച് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പാർട്ടിയും അതിനെ അംഗീകരിക്കില്ല. ഇപ്പം നിലവിൽ ഒരു 2-3 പാർട്ടികൾ കൂടി ചേർന്നാണ് ലിക്വിഡ് പാർട്ടി നയിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്ററായിട്ട് തുടരുന്നത്. ഇപ്പോൾ ഇസ്രായേലിന് നിലവിൽ നെസറ്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഗ്രൗണ്ട് റിയാലിറ്റിയാണ് എക്സാക്ട്ലി ഈ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും രാജ്യതാല്പര്യത്തിനൊത്തായിരിക്കണം രാജ്യതാല്പര്യത്തിനൊത്തായിരിക്കണം ഇപ്പം നിലവിലെ പ്രൈം മിനിസ്റ്ററായിട്ട് തുടരുന്ന ബെഞ്ചമിൻ നെതന്യാഹു എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഗാസയിൽ തികച്ചും ഇസ്രായേലിന് ഉണ്ടാവേണ്ട ഡാമേജ് അത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഇസ്രായേലിനുണ്ടായ ഡാമേജ് എന്ന് പറഞ്ഞാൽ October 7 ഉണ്ടായ ഡാമേജ് ആണ് ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ ഡാമേജ്. അപ്പോൾ ആ ഡാമേജ് ഓൾറെഡി ഉണ്ടായ സ്ഥിതിക്ക് ഇനിയൊരു ഡാമേജ് ഇസ്രായേലിൽ ഉണ്ടാവാൻ, ഇനിയൊരു ഡാമേജ് ഇതേപോലെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആ ഡാമേജ് ഉണ്ടാക്കിയ ആൾക്കാർ, ആ ഡാമേജ് ഏറ്റുവാങ്ങിയ ജനങ്ങളുടെ ആ വ്രണം അത് ഇതുവരെ അവരുടെ മനസ്സിൽ ഉണങ്ങിയിട്ടില്ല. ഇസ്രായേൽ ജനതയുടെ മനസ്സിൽ അത് ഉണങ്ങിയിട്ടില്ല. ആ മുറിവ് ഉണങ്ങാതെ കിടക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗാസയിൽ നിന്നും ട്രൂപ്പിനെ പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒക്ടോബർ ഇലക്ഷനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പായിട്ടും ഇലക്ഷൻ തീരുന്നവരെങ്കിലും ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ IDF ട്രൂപ്പിനെ വിഡ്രോ ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. ഇത് ട്രംപിന് നന്നായിട്ട് അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഗാസ പീസ് അക്കോർഡിനെ അംഗീകരിക്കാത്തത്, എന്തുകൊണ്ട് ഈ 15 കണ്ടീഷൻസ് അടങ്ങുന്ന ഈ എഗ്രിമെന്റിനെ തള്ളിക്കളയുന്നു, അതും നിരുപാധികം തള്ളിക്കളയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന് എന്താണോ വേണ്ടത് ആ തീരുമാനമായിരിക്കും നെതന്യാഹു എടുക്കുന്നത്. അസ് ലോങ് as ഞാൻ പ്രൈം മിനിസ്റ്ററായി തുടരുന്ന പശ്ചാത്തലത്തിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവില്ല എന്നാണ് നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഒന്ന്, രാജ്യസ്നേഹം. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ഒരു ലീഡർ, അതായത് മിലിറ്ററിയിൽ വർക്ക് ചെയ്ത് ഗ്രാസ് റൂട്ടിൽ നിന്നും വർക്ക് ചെയ്ത് കയറി വന്ന ബെഞ്ചമിൻ നെതന്യാഹു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാട്രിയോട്ടിസം നിലനിർത്തി കൊണ്ടുപോകുന്ന ആളായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇനി അതെല്ലാം വേണ്ടാന്ന് വെച്ചാലും ഒക്ടോബറിൽ ഇലക്ഷൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ബുദ്ധിമോശം എന്തായാലും നെതന്യാഹു കാണിക്കില്ല. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം കിടക്കുന്നത് ട്രംപിൻ്റെ ഇലക്ഷൻ. ട്രംപ് നവംബറിൽ US മിഡ് ടേം ഇലക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ട്രംപിന് ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഇറാനെ നമ്മൾ കാണേണ്ടത്, ഇറാനെയും ഗാസയും ഇവിടെ നമ്മൾ രണ്ടായിട്ടാണ് കാണേണ്ടത്. കാരണം ഈ ഗാസ ശരിക്കും സുന്നി മുസ്ലിംസ് ആണ്. ഗാസയിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻറ്റ് ഫോഴ്സിൽ അംഗമാണെങ്കിലും ഹമാസ് ഒരു സുന്നി സംഘടനയാണ്. ഇവിടെ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ രാജ്യമാണ്, ഷിയ ഡോമിനേറ്റഡ് രാജ്യമാണ്. ഈ ഷിയയും സുന്നികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന എതിരാളി ജൂവാണ്. അപ്പോൾ യഹൂദൻ കോമൺ ആയിട്ടുള്ളൊരു ശത്രുവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഷിയ സുന്നി എന്ന് പറഞ്ഞ ആ ഒരു
വേർതിരിവിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കും. പക്ഷെ അതേസമയം ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഈ ഫ്രീ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ സുന്നി സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതേസമയം ഗാസയിൽ ഒരു സമാധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സുന്നി സംഘടനയിൽപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ട്രംപിനെ അനുകൂലിക്കും, അവരുടെ വോട്ട് ട്രംപിന് കിട്ടും എന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? ഞാൻ ഇറാനെ അറ്റാക്ക് ചെയ്യാം, പക്ഷേ നീ എന്ത് ചെയ്യണം? ഗാസയിൽ ഞാൻ വെച്ച ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് സെക്കൻഡ് ഫേസ് പീസ് ഡീൽ അതിലേക്ക് തയ്യാറാവണം. ആര്? ഇസ്രായേൽ തയ്യാറാവണം. അപ്പം അത് എനിക്ക് ഗുണം ചെയ്യും. അപ്പം ഇവിടെയാണ് ട്രംപിൻ്റെ ആ സ്വാർത്ഥത എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മൊസാബ് ഹസൻ വിളിച്ചു പറയുന്നത്. മൊസാബ് ഹസൻ പറയുന്ന പോയിന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്പർ 1, ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി പേഴ്സണൽ താല്പര്യങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇസ്രായേൽ ഇറാനുമായിട്ട് 12 ദിവസത്തെ യുദ്ധം നടത്തി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവുമില്ലാതെ 12ാമത്തെ ദിവസം വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് എന്നുള്ള രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധം വിജയത്തിലേക്ക് അടുക്കുന്ന ആ ഒരു മൊമെന്റിനെ തടഞ്ഞു നിർത്തിയ വ്യക്തിയാണ് ട്രംപ്, ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിനെക്കുറിച്ചുള്ള നോളജ് സീറോയാണ് ഡൊണാൾഡ് ട്രംപിന്. ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് താല്പര്യമില്ല. ആർക്ക്? മൊസാബ് ഹസന് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Israel's plan 100%. And we went along, even though we were supposed to finish the job a year ago. The 12th day should have continued all the way to the end. Only to be stopped, then 6 months later to bid them, let's go. Now you made up your mind? 6 months later, when 6 months earlier, we had the advantage. We had the entire world and allies to our side. We could have finished the job. You stopped it and you said, you don't know what the hell you are doing. Total arrogance. Then when you came to the picture, you dragged us into this rabbit hole. And now you're throwing us under the bus. This is the simple truth. And I don't mean to insult anybody. This is the reality, the way I see it. And as many of you know, I don't represent any organization, and I hope that I'm not creating any chaos. I've been saying this from day one. I did not want Trump's involvement in this war. മൊസാബ് ഹസന് താല്പര്യമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം നിർത്തുന്ന രീതിയിലുള്ള, അതായത് യുദ്ധം അവസാനിപ്പിക്കുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ഇടപെട്ടു. എന്നാൽ ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇടപെട്ട ട്രംപ് വീണ്ടും അതേ യുദ്ധം 6 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നടത്തിയത് എന്തിന്? ആ ചോദ്യത്തിനുള്ള ഉത്തരം അമേരിക്കയാണ് കൊടുക്കേണ്ടത്, ട്രംപാണ് നൽകേണ്ടത്. ഇതേ ആക്രമണം തന്നെയല്ലേ 6 മാസത്തിന് മുമ്പ് ഇസ്രായേൽ മുൻകൂട്ടി കൃത്യമായിട്ട് നടത്തിയിരുന്നത്? അന്ന് നിനക്ക് തെറ്റായി തോന്നിയ യുദ്ധം ഇന്ന് എങ്ങനെ ശരിയായി മാറി? അതിനുള്ള ഉത്തരം തരേണ്ടത് ട്രംപാണ്. ഇസ്രായേലിൻ്റെ കൃത്യമായിട്ടുള്ള വിജയത്തിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിച്ച് സ്ട്രാറ്റജിക്കായിട്ട് പ്രിസൈസ് അറ്റാക്കുകൾ നടത്തി അവരുടെ നിരവധിയായിട്ടുള്ള ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് IRGCയെ നിലംപരിശാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനിരുന്ന ഇസ്രായേലിൻ്റെ യുദ്ധം തടഞ്ഞു നിർത്തിയത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ട്രംപിന് ഉത്തരവൊന്നുമില്ല. പക്ഷേ ഈ ചോദ്യമുണ്ടല്ലോ, അത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. Because he has been a disadvantage. He does not understand war. And he wants Israel to work according to his schedule. And he wants Mossad to be ready any moment. When we had the upper hand, he killed the opportunity. And we were not ready, he rushed. Help is on the way. This is not how it works. This is the recipe for a disaster. And I saw that coming before they went to the war. അതുപോലെ തന്നെ വീണ്ടും മൊസാബ് ഹസൻ ക്രിട്ടിസൈസ് ചെയ്യാണ് ട്രംപിനെ. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഗാസയുടെ മാത്രം പ്രശ്നമല്ല, ഇറാനാണെന്നുണ്ടെങ്കിൽ പിന്നോട്ട് പോകാൻ തയ്യാറുമല്ല. അപ്പോൾ ആ സാഹചര്യം ട്രംപിന് യുദ്ധത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് മൊസാബ് ഹസൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് പറയാണ് വിത്തിൻ 5 വീക്സിൽ ഞാൻ ഇത് അവസാനിപ്പിക്കും. ഏതാണ്? ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കും, ഇറാനെ അടിച്ചൊതുക്കും എന്നാണ് പറയുന്നത്. യുദ്ധത്തിന് പോകുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇങ്ങനെ പറയുമോ? യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട്, അത് എത്ര ദിവസം വേണമെങ്കിലും നീണ്ടുപോകാം, എന്തിനും തയ്യാറായി വേണം യുദ്ധത്തിന് പോകാൻ. അല്ലാതെ
സ്ട്രക്ചർഡായിട്ട് കരുതിക്കൂട്ടി ടൈം ടേബിൾ എഴുതി വെച്ചുകൊണ്ടല്ല യുദ്ധത്തിന് പോകേണ്ടത്. കാരണം നമുക്കറിയില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇത് വളരെ വളരെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. But anyway, who does go to war on a schedule? When you go to war, especially against such powerful enemy, you don't say, I want to finish it in 5 weeks. Nobody go to the war on a schedule. And when you go to war, you better be ready, not only for winning. Defeat is possible. Death is possible. You don't go to war only thinking about winning and victory. That's not the quality of people who really and actually want to accomplish tasks. ട്രംപ് പറഞ്ഞിരുന്നു 5 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനിപ്പിച്ചോ? ഇല്ല. അപ്പോൾ ഇവിടെ വരുന്ന പോയിന്റുകളെല്ലാം വളരെ വാലിഡാണ്. കാരണം 12 ദിവസത്തെ യുദ്ധം ഇസ്രായേലിനെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും 6 മാസം കഴിഞ്ഞ് ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ഇറാനെതിരെ അറ്റാക്ക് നടത്താനുള്ള സാഹചര്യം, അത് തന്നെ ഒരു മണ്ടത്തരമല്ലേ? അത് ആ 12 ദിവസത്തിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ എന്നേ അവസാനിച്ചേനെ യുദ്ധം. അതായത് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് 1 ഇയറിന് മുമ്പ് ഇസ്രായേൽ ഇറാനെ സെറ്റിൽ ചെയ്തേനെ, വളരെ വൃത്തിയായിട്ട് സെറ്റിൽ ചെയ്തേനെ. പക്ഷെ അതിന് ട്രംപ് അനുവദിച്ചില്ല. കാരണം ട്രംപ് വിചാരിക്കുന്ന രീതിയിൽ, ട്രംപിൻ്റെ ആഗ്രഹത്തിനൊത്ത് ഇസ്രായേൽ ഇറാന് മേൽ ആക്രമണം നടത്തണം. ട്രംപിൻ്റെ പെർമിഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ചെയ്യാൻ പാടില്ല. ഇതാണ് ട്രംപിൻ്റെ നിർബന്ധ ബുദ്ധി. എല്ലാ ക്രെഡിറ്റും ട്രംപിന് വേണം. അങ്ങനത്തെ വ്യക്തിയാണ് ട്രംപ്. അത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഓരോ ഡിസിഷനും വളരെ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു സമയമാണിത്. ആ സമയത്താണ് അമേരിക്ക ഇത്തരത്തിൽ സ്ട്രക്കായി നിൽക്കുന്നത്. ഇപ്പോൾ 250 ഡേയ്സ് ആയിട്ട് എബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ കപ്പൽ ഈ യുദ്ധമുഖത്ത് കിടക്കുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സ്ട്രക്കായി കിടക്കുകയാണ്. ശരിക്കും അതിൽ വർക്ക് ചെയ്യുന്ന നേവൽ ഭടന്മാർ, അതിൽ ചിലർ കടലിലെടുത്ത് ചാടാൻ തയ്യാറായി എന്നാണ് വാർത്ത വരുന്നത്. കാരണം അവർക്ക് മെൻ്റൽ സ്ട്രെസ്സ്, കാരണം ഇത്രയും നാളായല്ലോ ഈ കപ്പലിനുള്ളിൽ. അപ്പോൾ അതിൽ ഒരാൾ കടലിനുള്ളിൽ എടുത്ത് ചാടാൻ വേണ്ടി തയ്യാറാവാണ്. അപ്പോൾ ആ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ കപ്പലിനെ റിലീവ് ചെയ്യാണ്. ഇപ്പം ജോർജ് വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലിനെ അതിന് പകരം അവിടെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ എന്തായാലും യുദ്ധത്തിനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടികളൊക്കെ അവിടെ നടത്താൻ പറ്റും. പക്ഷേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പറ്റില്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റാഫ് എക്സ്ചേഞ്ചും റൊട്ടീൻ വർക്ക് ഷെഡ്യൂളൊക്കെ ചെയ്യേണ്ടത് അമേരിക്കയുടെ ചുമതലയാണ്. അല്ലാതെ അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗാസയിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ട്രംപിനത് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാം. ഇലക്ഷനിൽ അത് പറഞ്ഞിട്ട് വോട്ട് നേടാം. അതാണ് ട്രംപിൻ്റെ അഭിപ്രായം. അതിന് നെതന്യാഹു ഇപ്പോൾ തടസ്സം നിൽക്കുന്നു. ഇതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടിയില്ല ഞാൻ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി നീ ഗാസയിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇറാനെ ആക്രമിക്കുന്നില്ല, അത് ഞാൻ നിർത്തുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലെ പ്രശ്നം. ഈ പ്രശ്നത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ സിറ്റുവേഷൻ സ്ട്രക്കായി നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പോലെ അല്ലെങ്കിൽ അവിടെ ആയുധങ്ങൾ തീർന്നു അമേരിക്ക തോറ്റു, അല്ലെങ്കിൽ ഇറാൻ വിജയിച്ചു, അല്ലെങ്കിൽ ഇറാൻ തോറ്റു അമേരിക്ക വിജയിച്ചു, ഇങ്ങനെയല്ല ശരിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഇഷ്യൂ. ഇപ്പോൾ ഗാസ ഡീലിന് നാളെ തന്നെ നെതന്യാഹു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് മേലിൽ വീണ്ടും ആക്രമണം തുടങ്ങും. ഇതാണ് റിയാലിറ്റി. ഒരിക്കൽ ട്രംപ് പറഞ്ഞിരുന്നു, ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് എത്ര വലിയ ബ്ലണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത രീതിയിലുള്ള ഒരാൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണിത്. യെസ്, അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട്, 2 രാജ്യങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ട്രംപിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ഇസ്രായേലിനുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അത് ഏത് പ്രസിഡന്റ് വന്നാലും അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും പവറാണ് അമേരിക്കയുടെ ഉള്ളിൽ ഇസ്രായേലിന്. കാരണം അത്രത്തോളം ഇസ്രായേൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പല നിർണായക മേഖലകളിലും ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അവരുടെ സ്വാധീനം ചെറുതല്ല. ഈവൻ മണി വൈസ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വൈസ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വൈസ്, ഇതെല്ലാം വളരെ വലുതാണ്. ഈവൻ ഡിഫൻസ് മേഖലയിൽ വരെ ട്രംപിനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിലനിർത്താൻ ഇസ്രായേലിന് കഴിയും. 12 ദിവസത്തെ യുദ്ധം ഇറാനെതിരെ ഇസ്രായേൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തിയത്. അതിനെയാണ് ട്രംപ് തടഞ്ഞത്. എന്നിട്ടോ ഇപ്പോൾ ട്രംപ് തുടങ്ങിയ യുദ്ധം കൃത്യമായ രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിജയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇസ്രായേലുമായിട്ട് മത്സരിച്ചുകൊണ്ട് ആ യുദ്ധം പകുതി വഴിക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ട്രംപ്. ഇസ്രായേൽ എന്തായാലും 12 ദിവസത്തെ യുദ്ധം ട്രംപിൻ്റെ വാക്ക് കേട്ട് അവസാനിപ്പിക്കേണ്ടി വന്നതിൻ്റെ വില ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യമാണ്. യുദ്ധം ഒരു നിശ്ചിത കാലയളവിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അത് പലപ്പോഴും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. ഇറാൻ യുദ്ധം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നടത്തി തീർത്ത് കളയുമെന്നുള്ള രീതിയിൽ വീറും വാശിയും കൊണ്ട് ട്രംപ് ഇറങ്ങിത്തിരിക്കുന്നത് മണ്ടത്തരമാണ്. ഇസ്രായേലിനെ കോർണർ ചെയ്തുകൊണ്ട്
ട്രംപ് മുന്നോട്ട് പോകുന്നത് അത്ര നല്ല സൂചനയല്ല, അത് ശരിയല്ല എന്നാണ് മുസാബ് ഹസൻ പറഞ്ഞു വെക്കുന്നത്. പുള്ളി പറയുന്നത് ഇസ്രായേലിനെ ദുർബലമായി കാണരുത്. ഇസ്രായേൽ പല യുദ്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചു എന്നൊരു രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൈന്യം മാത്രമല്ല, അതിൻ്റെ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി, ടെക്നോളജി, മിലിറ്ററി പ്ലാനിങ്, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഇതൊക്കെയാണ് ഇസ്രായേലിൻ്റെ പ്രത്യേകതകൾ. ഇസ്രായേൽ അവരുടെ ടോപ്പ് മോസ്റ്റ് എഫിഷ്യൻസി ഇതുവരെ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ നമ്മൾ കണ്ടുവരുന്ന ഈ ഭിന്നത, ഗാസ വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഭിന്നത സാധാരണ രീതിയിൽ ഉണ്ടായ ഒരു ഭിന്നതയല്ല, ശരിക്കും വളരെ ഡീപ്പ് ലെവലിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭിന്നതയാണ്. അപ്പോൾ എന്തായാലും ഈ ഭിന്നതയെ മറികടന്നുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഏത് രീതിയിലാണ് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ തന്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നാണ് നമ്മളിതിൽ നോക്കി കാണേണ്ടത്. അപ്പം എന്തായാലും വളരെ വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണിത്. ശരിക്കും ഇത് റിഫ്റ്റ് ഇൻ ദി അലയൻസ് തന്നെയാണ്. ഇത് എങ്ങനെയാണ് കലങ്ങി തെളിയാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്കറിയാത്തത്. നിലവിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ ആണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.